ബുക്കിംഗിൽ വമ്പൻ ടർബോ മുന്നേറ്റം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ബുക്കിംഗിൽ വമ്പൻ ടർബോ മുന്നേറ്റം. മലയാളത്തിൽ റെക്കോർഡ് കുതിപ്പിലേക്കാണ്. കേരളത്തിൽ മാത്രം ടർബോയ്ക്ക് അത്രത്തോളം വലിയ നേട്ടം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. റെക്കോർഡ് കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ടർബോയുടെ പ്രീസെയിൽ കണക്ക്. പ്രീസെയിൽ കണക്ക് പുറത്തുവിട്ട നിർമ്മാതാക്കളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മലയാളത്തിൽ അതൊരു വലിയ റെക്കോർഡ് കുതിപ്പ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രം ടർബോയ്ക്ക് കോടികളുടെ നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. മലയാളത്തിൽ വലിയ ചിത്രമായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ടർബോ നാളെ കൃത്യം 9 മണി മുതൽ അതിന്റെ റിലീസ് ആരംഭിക്കുകയാണ്. ആദ്യ പ്രദർശനം തുടങ്ങുമ്പോൾ തന്നെ ചിത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുക തന്നെ ചെയ്യും. കൂടുതൽ റിപ്പോർട്ടുകൾ, സത്യസന്ധമായ റിവ്യൂകൾ പുറത്തുവരും. അപ്പോൾ കൂടുതൽ എത്രത്തോളം ഈ ചിത്രം കളക്ഷൻ നേടുമെന്ന കാര്യം നമുക്ക് നാളെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. മെയ് 23-ന് റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ബുക്കിംഗ് തീരാൻ ഇനിയും ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് റെക്കോർഡ് നേട്ടം ടർബോ നേടിയിരിക്കുന്നത്. 1400 ഷോകളിൽ നിന്നായി 2.60 കോടി രൂപയുടെ ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ഭീഷ്മപർവ്വത്തിന്റെ റെക്കോർഡ് ടർബോ തിരുത്തി കുറിച്ചിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ചിത്രത്തിന്റെ ബുക്കിംഗ് അതിവേഗത്തിലാണ് നടക്കുന്നത്. UK-യിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ചിത്രത്തിന്റെ തേരോട്ടം എന്നാണ് അറിയുന്നത്. ജർമ്മനിയിൽ ഏറ്റവും വലിയ റിലീസുള്ള മലയാള ചിത്രമായി ടർബോ ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ 300-ലധികം തിയേറ്ററുകളിലായിട്ടാണ് ചിത്രത്തിന്റെ റിലീസ് എന്നാണ് അറിയുന്നത്. എന്നാൽ 500-ലധികം സ്ക്രീനുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഏതാണെന്ന് നമുക്ക് നാളെ കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മിഥുൻ മാനുവൽ തോമസിന്റേതാണ് തിരക്കഥ. പോക്കിരി രാജ, മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും വൈശാഖും ഒന്നിക്കുമ്പോൾ അതൊരു ഹാട്രിക് വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ പ്രേക്ഷകരും ആരാധകരും പ്രതീക്ഷിക്കുന്നില്ല. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 5ാമത്തെ സിനിമ കൂടിയാണ് ടർബോ. ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്ന ചിത്രത്തിൽ മറ്റ് സുപ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് കന്നഡ താരം രാജ്ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ്. ഏതായാലും ഗംഭീര പ്രൊഡക്ഷനാണ് ചിത്രത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. കിടിലൻ ആക്ഷൻ രംഗങ്ങളും കാർ ചേസുകളും ചിത്രത്തിനെ വലിയ രീതിയിൽ തന്നെ ആളുകളെ ആകർഷിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് എടുത്തു വച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. മമ്മൂട്ടിയുടെ കിടിലൻ ആക്ഷൻ സ്റ്റണ്ട് രംഗങ്ങൾ ഈ ചിത്രത്തിൽ ഒരു 8ഓളം എണ്ണമുണ്ട് എന്നാണ് പറയുന്നത്. ഈ പ്രായത്തിലും അദ്ദേഹം ഇത്തരത്തിലുള്ള കിടിലൻ സ്റ്റണ്ട് രംഗങ്ങൾക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുത്തു എന്നുള്ളത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. അത് അദ്ദേഹത്തിന് കയ്യടികൾ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അത് നാളെ തിയേറ്ററുകളിൽ എങ്ങനെ പ്രതിഫലിപ്പിക്കും എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ചിത്രം ആവറേജ് അഭിപ്രായമെങ്കിലും നേടുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, 100 കോടിയിൽ കുറഞ്ഞ ഒരു സംഖ്യയും അദ്ദേഹത്തിന്റെ ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരു ആവറേജിന് മുകളിലാണ് ചിത്രമെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, മലയാളം കണ്ട എക്കാലത്തെയും വലിയ വിജയ ചിത്രമായി ചിത്രം മാറുക തന്നെ ചെയ്യും. ടർബോ അങ്ങനെ ടർബോ സ്പീഡിൽ തിയേറ്ററിൽ വലിയ വിജയമായി മാറുമെന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. പ്രീസെയിൽ കണക്ക് പ്രകാരം ആഗോളതലത്തിൽ 3 കോടിയിലധികം രൂപ ചിത്രം നേടിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഇന്നത്തെ റിപ്പോർട്ട് കൂടി വരുമ്പോൾ ചിത്രത്തിന് എത്രത്തോളം നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന കാര്യം രാത്രിയോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും ചിത്രം നാളെ 9 മണിക്ക് ഞങ്ങളും ആദ്യ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. തൃശൂർ ഗിരിജ തിയേറ്ററിൽ ചിത്രത്തിന്റെ ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നു. ആ ഒരു ഷോ കഴിഞ്ഞ് ഞങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായി പങ്കുവയ്ക്കാനെത്തും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.